നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ലൈറ്റിങ്ങിനെ പറ്റിയാണ്. നമ്മൾ ഈ ഷോപ്പിംഗ് മാളിലൊക്കെ പോയി ഡ്രസ്സ് എടുക്കാൻ നേരത്ത് അവിടെ ഇരിക്കുന്ന ഡ്രസ്സുകൾ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. പക്ഷേ നമ്മളത് വീട്ടിൽ കൊണ്ടുപോയി ഇട്ട് നോക്കാൻ നേരത്ത് അത്ര കളറില്ലാത്ത പോലെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇതിൻ്റെ ഒരു മെയിൻ കാരണം CRI ആണ്. ഇനി നമുക്ക് എന്താണ് CRI നോക്കാം. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഗോഡോക്സിൻ്റെ ഒരു കീ ലൈറ്റ് ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. സോപ്പ് ബോക്സ് ഇട്ടിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇവിടുന്ന് ഫില്ലിങ്ങിന് ഒരു സൺലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ സൺലൈറ്റ് എന്ന് പറയുന്നത് CRI 100 ആണ്. ഗോഡോക്സിന്റെ കീ ലൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 100നോട് അടുത്താണ്. അപ്പോൾ സൺലൈറ്റ് ആണ് 100% CRI. അപ്പോൾ 100% CRIയുടെ അടുത്ത് നിൽക്കുന്ന ലൈറ്റുകളായിരിക്കും ഏകദേശം ആക്യുറേറ്റ് കളർ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയുള്ള ലൈറ്റുകൾ നമുക്ക് എവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും? അല്ല, ഇങ്ങനെയുള്ള ലൈറ്റുകൾ നമ്മൾ ഉപയോഗിച്ചാൽ എന്തൊക്കെയാണ് വിഷയം? എനിക്ക് പൊതുവേ ഇതും കൊണ്ട് പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. പൊതുവേ ഞാൻ മാർക്കറ്റിംഗ് വീഡിയോകളൊക്കെ ഷൂട്ട് ചെയ്യാൻ പോകുന്ന നേരത്ത്, ഇപ്പോൾ മെഡിക്കൽ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ക്ലിനിക്കിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്ന നേരത്ത് അവിടെ നല്ല ഒരു 100%നോട് അടുത്തുള്ള CRI ഉള്ള ബൾബുകളൊക്കെ വെച്ച് ഫുള്ള് ലൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണാൻ പ്രത്യേക ഭംഗിയായിരിക്കും. ഇപ്പോൾ പ്രോപ്പർ സ്കിൻ ടോൺ ഉണ്ടാവും, പ്രോപ്പറായിട്ട് അവിടെ കാണുന്ന ഡ്രസ്സുകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോയുടെ റെഫറൻസ് കണ്ടിട്ട് വേറൊരാൾ എന്നെ അവരുടെ സ്ഥാപനത്തിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വിളിക്കാന്ന് വിചാരിക്കുക. അവിടെ ഈ 100% അടുത്ത് CRI ഇല്ലെങ്കിൽ എന്താ വിഷയം? പ്രോപ്പറായിട്ട് കളർ കിട്ടില്ല, ഒരു ഡെഡ് സ്കിൻ പോലെ ആയിരിക്കും ഫീൽ ചെയ്യുക. ക്ലയന്റ് കാണുമ്പോൾ എന്താ, അവൻ അവിടെ ചെയ്യാൻ നേരത്ത് ഭയങ്കര ക്വാളിറ്റിയാണ്, പക്ഷെ എൻ്റെ ഷോപ്പിൽ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടൊരു ക്വാളിറ്റി ഇല്ല. ഞാനിങ്ങനെ ഈ നല്ല ലൈറ്റുള്ളടത്ത് ഷൂട്ട് ചെയ്തിട്ട് ആ വീഡിയോ കാണിച്ചപ്പോൾ പല വീഡിയോഗ്രാഫേഴ്സും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെ ലൈറ്റപ്പ് ചെയ്തെടുത്തതെന്ന്. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഒരു ഷോപ്പിലോട്ടൊക്കെ ലൈറ്റ് ചൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ റൂമിൽ ലൈറ്റപ്പ് ചെയ്യുമ്പോൾ അറൗണ്ട് ഇപ്പോൾ 95% ഒക്കെ CRI ഉള്ള ബൾബുകൾ ഫിലിപ്സിൻ്റെ ഒക്കെ മേടിക്കാൻ കിട്ടും. ഈ സാധനം മേടിച്ച് നമ്മൾ റൂമിലൊക്കെ ഇട്ട് ഫില്ലിംഗ് ലൈറ്റൊക്കെ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ കാണാൻ ഭയങ്കര ബ്യൂട്ടി ആയിരിക്കും. പിന്നെ എനിക്ക് ഇതും കൊണ്ട് പറ്റാറുള്ള ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചെറിയ ചെറിയ ഇവൻറ്റുകളിലൊക്കെ പോകുമ്പോഴാണ് ഞാൻ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ ബാറ്റിസം, ബർത്ത്ഡേ പാർട്ടി, നമ്മൾ നല്ല കാശ് മുടക്കി സ്റ്റേജൊക്കെ പണിതിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഒരു LED ബൾബ് അങ്ങോട്ട് കൊണ്ടുവയ്ക്കും. പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ ഒരു ലോക്കൽ LED ബൾബ് സ്റ്റേജിലായിട്ട് ബ്രൈറ്റ് ചെയ്ത് വെക്കും. ഈ ലൈറ്റിന് പ്രോപ്പറായിട്ട് ഈ CRI ഇല്ലെങ്കിൽ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെടുക്കുന്ന ഫോട്ടോ ഒക്കെ ഡെഡ് സ്കിൻ പോലെ ഇരിക്കും. ഇപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന വൻ പൈസ കൊടുത്തിട്ടാണ്. അപ്പോൾ ഈ മേക്കപ്പ് വൃത്തിയായിട്ട് കാണണമെങ്കിൽ എന്ത് വേണം? നല്ല ലൈറ്റ് വേണം. അപ്പോൾ ഈ ലൈറ്റ് നമ്മൾ കുറഞ്ഞ ലൈറ്റ് വെക്കുകയും നല്ല വില കൊടുത്ത് മേക്കപ്പ് ചെയ്തിട്ടും ഒരു കാര്യമില്ല. ഇപ്പോൾ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവരിങ്ങനത്തെ ലൈറ്റൊന്നും യൂസ് ചെയ്യില്ല. ക്യാൻപാർ പോലുള്ള ലൈറ്റുകളും അതുപോലെ തന്നെ സൺലൈറ്റ് പോലുള്ള വലിയ വലിയ ബ്രാൻഡുകളുടെ കൂടിയ ഈ CRI ഒക്കെയുള്ള ലൈറ്റുകൾ യൂസ് ചെയ്താണ് ഞാൻ പൊതുവേ കണ്ടിട്ടുള്ളത്. ഞാൻ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ടും അടിപൊളിയാണ്. ഇപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ലൈറ്റ് ചെയ്ത ഒരു സ്റ്റേജ് ആണെങ്കിൽ നിങ്ങൾ മൊബൈലിൽ ഷൂട്ട് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഇന്നത്തെ വീഡിയോ. ഫോട്ടോഗ്രാഫിയുടെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.